അങ്ങ് പോയി, അങ്ങോട്ട് പോന്നു. ആ അതെ, 2 കിലും 2 എണ്ണം കാരി. കിടക്കുന്നുണ്ടോ കൊമ്പൻ? കൊമ്പൻ ഞാൻ പിടിച്ചത് മഞ്ഞക്കുരി കേട്ടാ. അത് മഞ്ഞക്കുരി 2 എണ്ണം ഇവിടെയും ഉണ്ട്. അടുത്തു ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ തോട്ടപ്പള്ളിക്ക് പോകും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും ശങ്കർ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പുതിയ ഒരാളുണ്ട് കേട്ടോ. മനവണ്ണല്ല, മനവണ്ണൻ അപ്പുറം തന്നെ വരമ്പൂത്ത എണ്ണം വരമ്പൂത്താൻ പോകും. അപ്പോൾ നമ്മുടെ സതീഷ്, സതീഷ് നമ്മളിവിടെ നേരത്തെ പണിക്ക് വന്നിട്ടുള്ളേ കേട്ടോ. അപ്പോൾ അവനെ നോക്കിയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മളിങ്ങോട്ട് വള്ളം ഓടി വന്നപ്പോഴേ അവനും വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ നോക്കി നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പം ഞങ്ങൾ കൂടെ പുതിയ ആൾ ജോയിൻ ചെയ്തിരിക്കുകയായിട്ട് സതീഷ് ആയിരിക്കുന്ന കേട്ടോ. കാര്യ ആ നമ്മുടെ കാര്യം സതീഷ് കേട്ടാ. എല്ലാം കിട്ടിയ നമ്മളെ ഈ കടകളിലാണ് നോക്കുന്നത് കേട്ടോ. ഈ കടകളിലാണ് നോക്കുന്നത്. അപ്പോൾ ശങ്കർ പോയില്ല, അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ വല ഇറക്കി വിടാൻ പോകുക കേട്ടോ. നമ്മൾ സതീഷ് പ്രോ വെള്ളം ഊന്നുന്നു. നമ്മളെ വല ഇറക്കി കേട്ടോ. അപ്പോൾ അത് സതീഷ് ഇത് ഈ മുളയിൽ അവിടെ നിന്ന് അങ്ങോട്ട് ചവിട്ടുന്നു. ശങ്കർ പ്രോ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ഞാനിവിടെ നിന്ന് അങ്ങോട്ട് കുത്തുന്നു. സൈഡിലേക്ക് വല കെട്ടി വെച്ച് ശങ്കര അടിവല ലൂസ് ഉണ്ടെങ്കിൽ ചുരുക്കി ചവിട്ടണേടാ. ചാടിപ്പൂലുള്ള മീനാണെ ചാടും. എടാ പൊട്ട, അതിന്റെ തലക്കെട്ടെങ്കിലും അടി കൊടുക്കണ്ടായിരുന്നു. വെട്ടിമുറിച്ചെങ്കിലും കറിയെങ്കിലും വെക്കായിരുന്നു. അല്ല അവനെ, അവൻ മറ്റേ ചാടുന്ന ടൈപ്പാണ്, ചാടിക്കളയും. ഒരു വളർത്തുമീൻ ചാടി കടകൻ്റെ മേളി വീണ്. വളർത്തുമീൻ എന്നൊക്കെ പറഞ്ഞ ചാട്ടക്കാരനാണ് ചാടി പുറത്ത് പോകും. നമ്മൾ കാരണം നല്ല ദൂരം പണിയാനുണ്ട്. അത് ദൂരം ചെല്ലുമ്പം അവൻ ചാടി പുറത്ത് പോകും. ഇല്ലെങ്കിൽ നമ്മൾ ഈ വലയൊക്കെ കമ്പയെ കുത്തി പൊക്കി നിർത്തണം. നോക്ക് പയ്യ നോക്ക്. അങ്ങ് പോയി, അങ്ങോട്ട് പോന്നു. പക്ഷെ അവൻ ഹൈറ്റ് ചാടുന്നില്ല. മണ്ടനാണോ? ഹൈറ്റ് ചാടിയില്ല. മണ്ടനായതുകൊണ്ടൊന്നുമല്ല, ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാ. ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. ഞങ്ങളെ ഇവിടെ വന്ന് വൃത്തിയാക്കുക കേട്ടാ. അടിയിൽ നിന്നുള്ള കുണ്ടലും ചമ്പുമൊക്കെ. അതായത് ഇതേപോലെ എന്നാലും കരിമീൻ വെള്ളത്തിയാ വേറെ എന്തെങ്കിലും ഉള്ളത് മാറത്തില്ല. വലയുടെ അകത്ത് ഞാനെന്തോ ഓർമ്മ ചവിട്ടി പിടിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കാം.
കാര്യങ്ങളൊന്നും ഉള്ളത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കടകല് വെട്ടി മാറാൻ പറ്റിയത്. ശങ്കർ പോയി ഇവിടം വെട്ടാൻ നേരത്ത് അവൻ ഇതുവഴി വെട്ടുന്നുണ്ട്. സതീഷ് കാര്യമെന്ന് മാത്രമല്ല കേട്ടോ, കാര്യ സതീഷെന്ന് മാത്രമല്ല, പിന്നെ എന്നാ ചാവറയാ, ചാവറ സതീഷ്, കാര്യ സതീഷ് എന്നൊക്കെ പറഞ്ഞാലേ അവനെ അറിയത്തുള്ളൂ. കരിങ്കല്ല് മേച്ച് മഞ്ഞക്കൂരി ൂണാണ് അതിനകത്തോട്ടങ്ങനെ എറിഞ്ഞു വിടും. അല്ല കലമില്ല, ഞാൻ കരിമീൻ ഞാൻ മടി ചെടി വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് കേറാൻ പറ്റത്തില്ലല്ലോ. മഞ്ഞക്കൂരിയും പിടിച്ചോണ്ട് വന്ന നിക്കറ ചെടി വെച്ചിരിക്കുവായിരുന്നു. കാരണം കരിമീൻ വെളുത്തു പോയി. മറ്റേ കൊല്ലി എന്തിടാ, എന്നാ ചൂടാടാ ശങ്കര. ശങ്കരേ, ഇനി ആ സൈഡ് നിർത്തിക്കൊണ്ട് നമുക്കിത് ഇങ്ങനെ അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. ഇത് ഇങ്ങനെ എടുത്താൽ മതി, ഇങ്ങനെ. വാളയൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോ മുട്ടണം അല്ലടാ ശങ്കര. മതി, പുറത്തിട്ട് കിട്ടിയാൽ മതി. വാ, ശകലം അങ്ങോട്ട് തള്ളി വിടറ, ഇങ്ങോട്ട് ചേർത്ത് വിടാടാ. ഇത് ഇന്ന് തള്ളാൻ പോലും പറ്റാത്ത രീതി. സാരത്തൊക്കെ മുട്ടുന്നുണ്ട് കേട്ടോ. സാരത്തെ നമ്മൾ വല ചേർത്ത് കുത്തി കേട്ടോ, ഇങ്ങോട്ട് ചേർത്ത് കുത്തിയാണ്. അത് നമ്മളെ ശങ്കർ പോ വെട്ടിയത് അതിനെ പരുവാക്കിയിരിക്കാം. നോക്കി, ഇത് കണ്ടോ മഞ്ഞക്കൂരി, ഒറ്റ സ്പോട്ടിലാ മഞ്ഞക്കൂരി. അങ്ങോട്ട് തന്നെ ഇടാ ശങ്കര, ഔത്ത തന്നെ ഇടാ. കല എടുക്കാം. അത് പാലെ പിടിച്ച് ഇങ്ങോട്ട് വിളിച്ചട്ടെ, അത് നമ്മളിങ്ങോട്ട് അങ്ങോട്ട് പോകും. ആ അതെ, 2 കിലും 2 എണ്ണം കാരി. അല്ലേ മേലിക്കടയോ അല്ലേ അല്ലേ ഇങ്ങോട്ട് കയറി. നമ്മുടെ വാട്ടർ ചാർജ് കുറവായിരുന്നു, അതാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ശങ്കർ പോയി കാര്യം കൂടെ തപ്പിയെടുത്ത. ഞാൻ എൻ്റെ അകത്ത് ഒരെണ്ണം അങ്ങാണ്ട് തപ്പിയിട്ടിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒരു മഞ്ഞക്കൂര പിടിച്ചോണ്ടത് നമ്മുടെ ഇത് കണ്ട വേറെ മുറിഞ്ഞത് ഇവിടെ നല്ല മുറിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് ഈ കൈക്ക് പിടിക്കാനൊരു അറവല്, അതുകൊണ്ട് പിന്നെ പിടിച്ചില്ല. അതുകൂടാതെ തപ്പി ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. കിടക്കുന്നേ നോക്കി, നീ കണ്ടില്ലെന്ന് പറയാം. ബഹളം കണ്ടു.
വെട്ടിക്കിട്ട് എടുത്ത മഞ്ഞക്കൂരി കേട്ടോ. നീ കടകളൊന്ന് വലിച്ചൊന്ന് കരക്കോട്ട് കയറ്റിക്കോട്ടെ. എന്താ വലിക്കാന്ന്? ആ മുറിയോ ഒന്നെടുത്ത് വേണേ വെള്ളം കുറച്ചിങ്ങനെ അങ്ങോട്ട് മാറ്റിയിട്ടും മുറിയെടുത്ത് അവിടെ വീടാം. മുറിക്കിട്ടൊന്നുമില്ല, നീ വെട്ടിയതാ. ആര് വൈകി എവിടെയൊക്കെ അതിനെ വെട്ടി കിട്ടിയാന്ന് തോന്നി. ഞാനൊന്നും ചെയ്തിട്ടില്ല. രക്ഷപ്പെടുത്തില്ലേ വെള്ളത്തിൽ അല്ല അടിച്ചിറങ്ങിപ്പോയത് മറ്റേ ഇതാ. അടിച്ചിറങ്ങിപ്പോയത് കരിമീൻ പള്ളത്തിയാ അടിച്ചിറങ്ങിപ്പോയത്. ഇറക്കി പിടിച്ചു. എനിക്ക് എൻ്റെ കൈ കിട്ടാ മഞ്ഞക്കൂരി എനിക്കിട്ട് കിട്ടിയായിരുന്നു. ഇട്ട് തന്നാണ്. ഞാനവിടെ പിടിക്കാം. ഇതേ മഞ്ഞക്കൂരി ശങ്കർ പോ മഞ്ഞക്കൂരി. ഇത് കൊള്ളല്, കൊമ്പ് കൊള്ളല്. അങ്ങനെ എടുത്ത് എന്താ കിരികിര വെച്ചത് പോലെ പോലെയല്ല അടിക്കാൻ പറഞ്ഞില്ല. ഉണ്ട് ഇവിടെ കണ്ട അനങ്ങുന്നു. നമ്മുടെ കാലിൻ്റെ അവിടെ എന്തോ വീണേ കാരി നോക്കണം. കൂടിയാണെങ്കിലുള്ള പ്രശ്നമേ ഉള്ളൂ. മൂളി സ്വരം കേട്ടായിരുന്നു. എന്നാടാ ചുഴി അവിടെ ചുഴി ഒന്നും ഉണ്ടായിരുന്നു. മഞ്ഞക്കൂരി കാരിക്കുഞ്ഞ് കറക്റ്റ് കാരിക്കുഞ്ഞൊക്കെ ഒരു പിടിച്ചടാ കാരി. നീ കണ്ടായിരുന്നു ഞാൻ കൈ വലിച്ചത്? മഞ്ഞക്കൂരി, രണ്ട് മഞ്ഞക്കൂരി ഇവിടെ. കാലെടുക്കാൻ സമയം താ. ആ ചെരുപ്പും കയറുന്നത് അങ്ങോട്ട് കളഞ്ഞേക്കട്ടെ. അവിടെ ഞാൻ നിന്ന് വേണ്ട ചവറ പിടിക്കുമ്പോൾ മഞ്ഞക്കൂരി വരുന്നതാണ്. നോക്കിക്കോണേ മാന്തുമ്പം കൊമ്പ് നിവർത്തിരിക്കുന്നതാണെങ്കിൽ കല ഒന്ന് കാരിക്കടിപ്പിച്ച് വെച്ച് പോറാ. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടല്. നോക്കി അറിയാമേ ഹലോ മാറ്റാ കിടക്കുന്നുണ്ടോ കൊമ്പൻ കൊമ്പൻ ഇതാ മഞ്ഞക്കൂരി ശങ്കര മഞ്ഞക്കൂരി ഇത് ഇവിടെ
ഇത് 2-3 കെട്ടി വരുന്നുണ്ട് അതേ. ഇല്ല അവനെ ഞങ്ങളൊന്ന് ഞാൻ പിടിക്കാം. ഇവിടെ ഇപ്പോഴും മുറിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ മുറിഞ്ഞു. മഞ്ഞക്കുരി ചാടി വന്നു. എടാ ഇതൊന്ന് അങ്ങോട്ടൊന്ന് വലിച്ചടാ കാര്യം. എടുക്കും. ഞങ്ങൾ തപ്പുമ്പോൾ മുന്നോട്ടേ കരിമീൻ വെള്ളത്തിയൊക്കെ മുട്ടുകയൊക്കെ ചെയ്തതാണ്. മുട്ടിയ കരിമീൻ വെള്ളത്തിൽ എന്തിയെന്ന് നമ്മുടെ സഹോദരങ്ങൾ മിണ്ടുന്നു പോലും. എന്തിയെന്ന് ചോദിച്ചു. ചെടികളത്തൊക്കെ പാത്തിരുന്നതാണ്. അടിച്ചോറാടാ. നല്ല കൊറ്റപ്പുറത്ത് തന്നെ 3 പേർക്ക് പിടിക്കാൻ കളവുണ്ടോ? അങ്ങോട്ട് നീങ്ങി ശങ്കര. അപ്പം അങ്ങോട്ട് നീങ്ങന്നെ. മഞ്ഞക്കൂരിയാ ചാടിച്ച് എൻ്റെ കാലിൻ്റെ അങ്ങോട്ട് വന്നത്. മഞ്ഞക്കൂരിയാ അത് കുറേ കാലം. ആടാ ആളെയാ. ഏടാ കാരി. അതിൻ്റെ അടിയിലും കൂരി. അതേ 5-6 കിടക്കുന്നു. ദേ കിടക്കുന്നു. കൊള്ളാം. മഞ്ഞക്കൂരി അതുകൊണ്ടത് കിടക്കുന്ന കിടപ്പ് തന്നെ. ചെറിയ കൊമ്പ് വലിയ കൊണ്ടാണ്. ഇതെങ്ങനെ പിടിക്കാൻ ചെല്ലുമ്പോൾ മുതുകത്തെങ്കിലും പൊളിച്ചു വെച്ച് കാണിച്ചില്ലെങ്കിൽ അതിന് സുഖം കിട്ടത്തില്ല. എന്താടാ പൊക്കാടാ. എന്ത് പറഞ്ഞാൽ താഴത്തോട്ട് പോയ പോലെ പോയി. ലാസ്റ്റ് അവരാ മഞ്ഞക്കൂരി വരുവേ. ഇതാ ഒരുത്തൻ ഇവിടെ കിരീരോ വെച്ച് കേട്ടാ. ഞാൻ പിടിച്ചത് മഞ്ഞക്കൂരി കേട്ടാ. അത് മഞ്ഞക്കൂരി 2 എണ്ണം ഇവിടെയും ഉണ്ട്. എടുത്തു. മഞ്ഞക്കൂരി കയറി വരുന്നുണ്ട്. ഇതാണ് അപകടം ഉണ്ടാവില്ല. നമ്മൾ പിടിക്കാതെ നമ്മുടെ കയ്യാൽ തന്നെ കൊള്ളും. അതും മഞ്ഞക്കൂരി ഇതും മഞ്ഞക്കൂരി. വലിക്കലടാ. ഉണ്ട്. ഇങ്ങനെ അകത്തോട്ടാ പോയത്. സാരി നോക്കി നിന്നോ അവിടെ. സാരിയാ സെൻറ്റർ ചെയ്ത്.
ഉണ്ടോ? ഇത് ഇവിടെ ആയിട്ടാണ് കരിമീന. എൻ്റെ ആ കൈ മുറിഞ്ഞത് കൊണ്ട് എനിക്കൊരു ഒരു അറബലടാ കരി. ആണെങ്കിൽ കിടക്കട പിന്നെ വള്ളത്തിലേക്ക് ഇപ്പം കയറ്റല്ലേ. പിന്നെ ഇതില് കൂരി അവിടെ ശങ്കർ അവിടെ രണ്ടെണ്ണോ. നമ്മുടെ മൂന്നാമത്തെ മുറിയാണ് ഈ മുറിക്കുന്നത് കേട്ടോ. ഇനി ഒരു മുറിയും കൂടി ഇപ്പറേ കാണും. ഇത് കൂടാതെ നമുക്ക് എന്തുണ്ടെങ്കിലും വിപത്തലറിയാം. മഞ്ഞക്കൂരി ഇന്ന് എന്തുണ്ടെങ്കിലും നമ്മുടെ കാരിയുടെ ഐശ്വര്യം കേട്ടാ. നമ്മളത് എപ്പോഴും പറയുന്നതാണല്ലോ. ഇന്ന് എന്തുണ്ടെങ്കിലും നമ്മുടെ ഗുണത്തിൻ്റെ അല്ല, നമ്മുടെ ഫസ്റ്റ് ദിവസം വന്ന പുള്ളിയുടെ ഐശ്വര്യമായിരിക്കും. ഇല്ല ഇപ്പം തന്നെ നമുക്ക് മുറിക്കാനായിട്ട് പാടി. ഈ ചവറൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് മാറ്റണം. അന്നൊരു മറ്റവനെ കണ്ടില്ല. കടിഞ്ഞായ കൊണ്ടുവരാന്ന് പറഞ്ഞോ? അല്ലല്ല, കൊണ്ടുവരാന്ന് പറഞ്ഞൊന്നും പറപ്പിക്കുന്നു. പിന്നെ മറിക്കുമ്പോഴേ നോക്കി തോന്നു. മറിച്ചു അപ്പുറത്തോട്ട് വരല് എന്തുവായാലും. എൻ്റെ പെട്ടക്ക ഒരു കൂരി വീണ്. അത് പിടിച്ചോളാം. വിട്ടോ വിട്ടോ. എന്താടാ എന്താ കാര്യം? ഒരു കൂരി മേളിയില്ലേ കാരിയുടെ അവിടെ ആ കൊമ്പം മറിഞ്ഞ് വീണ്. നീ കാര്യം നോക്കി ഇല്ല അവനെ ഒന്ന് പിടിച്ചിടാനായിട്ടൊരു അവസരം കൊടുത്തടാ ശങ്കർ പോ. അല്ലേ വലിയവന അവനെ നിൻ്റെ കാലിൻ്റെ അവിടെ ഇരിക്കുന്നത്. നിൻ്റെ കാലിൻ്റെ തൊട്ടിപ്പുറം മഞ്ഞക്കൂരി ഉണ്ട്. നോക്കി ചവിട്ടാവുള്ളൂ ശങ്കർ പോ. നല്ല സൂപ്പർ കൊമ്പനാണ് എടുക്കുന്നത്. ഇനി കയറുതാ മാറ്റുവാണേ. ബലം മാറ്റി. മഞ്ഞക്കോരി സൗണ്ട് കേട്ടോ. ശങ്കർ വെള്ളത്തിൽ മുക്കാനായിട്ട് കൊണ്ടുവന്നേല്ലേ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് വലയൊന്ന് ഉടക്കി വിട്ടാൽ കറക്റ്റ് കാലയിലേക്ക് തന്നെ നമ്മുടെ വീട്. നമ്മളെ ഒരാഴ്ച പോയാൽ നമ്മളെ പിള്ളേർ പട്ടിണി. എല്ലാവരും ഓർക്ക് നമ്മൾ വയ്യാതെ എങ്ങനെ ഒരാഴ്ച വീട്ടിൽ ഇരുന്ന എല്ലാവരുടെയും വിചാരം നമ്മൾ റെസ്റ്റ് എടുക്കുക. ഇന്നലെ പോയിട്ട് വേണ്ട കൊട്ടക്കണക്കിന് കിട്ടിയിട്ടാണ് എന്ന് വിചാരിക്കും. ഒരു വളത്തുമീൻ ആദ്യം തന്നെ ചാടി കടകളുടെ പുറത്ത് വീണ. പിന്നെ വലയെ വന്ന് ഇടിച്ച് ചാടി നിന്ന് എന്നിട്ടും പുറത്ത് പോകണ ഞങ്ങൾ കണ്ടില്ല കേട്ടോ. ഇനി ഞങ്ങൾ 3 പേരും മുങ്ങി ചവറൊക്കെ എടുത്തോണ്ടിരുന്ന സമയത്ത് എങ്ങനെ ചാടി വെളിയിൽ പോയെന്നറിയാൻ. ഇത്ര കേട്ടോ ആ വളത്തുമീനെ കണ്ടില്ല. മഞ്ഞക്കൂരിയില്ല. ആ കൊച്ചു കലത്തി മഞ്ഞക്കൂരി എന്താ ഇത് ലാസ്റ്റ് മുറിയില്ല. ഇത്
കേൾക്കാം. കിരീടാന്ന് കേൾക്കും. ചവിട്ടി ചവിട്ടി. ഓ പോട്ടെ പോട്ടെ പോട്ടെ. മുറി കാരിക്കൂ ആളം. സതീഷേ എന്ത് സതീഷെന്ന് വിളിക്കുമ്പോ എന്തോ ഒരു വല്ലാഴിക. എന്തിയാ വളർത്തുമീൻ? വളർത്തുമീനെ കടലിന്റെ കൂട്ടത്തിൽ ഇറങ്ങി പോയി കാണും. വാഹ പോണമെന്നാണൊക്കെ പോകും, പറയാൻ പറ്റത്തില്ല അല്ലേ. എന്തൊക്കെയാണ് നടക്കുന്ന ഈ ലോകത്ത്. പിന്നെ അതിനങ്ങനെ ഇറങ്ങി പോകാൻ മേലെന്നല്ല, ഇങ്ങോട്ട് മാറി ഒരു കൊഞ്ചും പൊടി ഇവിടെ വന്നു. ശങ്കർ പോ ഒരു കൊഞ്ചും പൊടി പിടിച്ച തപ്പിയെടുത്തായിരുന്നല്ലേ. ആ സിലോപ്പി. നമ്മൾ കഴിവതും അവനെ വേദനിപ്പിക്കാതെ എടുക്കാമെന്നായിരുന്നു പ്ലാൻ. ഇപ്പോൾ അവൻ്റെ കൊമ്പൊടിക്കണ്ട ശരി, അവൻ അടുത്ത കൊമ്പും ഓടിച്ചത് തന്നെ. വരുന്നുണ്ട്. കാര്യം മേലോട്ട് കാല് വെക്കാൻ മേലായിരുന്നടാ. സിലോപ്പി പൂരി വാളയെന്ന് പറയുന്ന സാധനമില്ല അല്ലേ. വാളയെന്ന് പിടിയുടെ ആ ഓക്കെ ഓക്കെ. കൂരിയുടെ കലം വേണമെങ്കിൽ അങ്ങോട്ട് മാറ്റി വെച്ചോ കേട്ടോ. ശങ്കർപോയുടെ കാലിൻ്റെ അടി കൂരിയുണ്ട്. കൂടി എന്ന് പറയുന്ന സാധനം ഇല്ല. കൂരിയുടെ കാലം ഇവിടെ ഇപ്പുറത്തില്ല. മാറ്റി അടിച്ച് ചേർപ്പിക്കും. കാല് ചവിട്ടല് കേട്ടോ ശക്തി. എൻ്റെ ഉപ്പൂറ്റടി മഞ്ഞക്കൂരി ഇരിപ്പുണ്ട്. സിലോപ്പി കൂരി കുഞ്ഞ് ഓടിയില്ല. ഈ കൈ ഒന്ന് മാറ്റുക നല്ലത്. പെറുക്കുന്നുണ്ടോ ഈ ചുമന്നൊക്കെ പെറുക്കുന്ന അവിടെയും കിടക്കണല്ലേ.
അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മീൻ കച്ചവടം തന്നെയാണ്. കൂലിയല്ല, കൂലി ഒരു 10, 12, 14 കിലോ എടുത്ത് വേണേ കൂട്ടാം. 15 കിലോ ആക്കാലോടാ. 15 കിലോ. അല്ല എന്നാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഇത്രയും കൂലി. ഇത് നമ്മൾ വരാനാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് 25 കിലോ വരാറ് കൊണ്ടുവരുന്നതാണ്. ഫുൾ 25 കിലോ. ഒരു 20 കിലോ വരാറ് കൂട്ടിക്കും. എന്നാലും ഇതിൻ്റെ അകത്ത് എത്തുമ്പോൾ മഞ്ഞക്കൂലി ഉണ്ടെന്ന് ഇത്രയും മഞ്ഞക്കൂലി അല്ലേ, ഇത്രയും മഞ്ഞക്കൂലി എത്ര കിലോ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പം ഇവിടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് വലയെല്ലാം കഴുകാനൊക്കെ ഉണ്ട്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് ഇവിടുന്ന് പൂക്ക് നടക്കട്ടെ. എണ്ണ ഇറക്കിയപ്പോൾ അതിൻ്റെ കാല് ഞാനും കടിച്ചു പറിച്ചു. ശങ്കറിനെ ഇറക്കി. ശങ്കർ അതിൻ്റെ കാലിനിട്ടൊരു കടി. അതാണ് ശങ്കർ പറഞ്ഞത്. എൻ്റെ ഒരു കാലും നഷ്ടപ്പെട്ടു. മീൻ കിട്ടും. നമ്മൾ കാലിനെ ഇടിക്കുന്നു. അടിച്ചു കാര്യം അവിടെ തലക്കറി കെട്ടി കെട്ടിയേക്കണം. ഇല്ലെങ്കിൽ അത് പിടിച്ചാൽ പോകും.